അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമളാനിൻ്റെ ദിനരാത്രങ്ങളിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല 240 മണിക്കൂർ അല്ലാഹു നമുക്ക് തന്നിരിക്കുന്നത് അല്ലാഹുവിൻ്റെ കരുണ ചോദിച്ചു വാങ്ങുന്നതിന് വേണ്ടിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവിൻ്റെ കരുണയില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരാൾ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറയണമെങ്കിൽ അദ്ദേഹം എത്ര വലിയ മനുഷ്യനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ നാവിന് അത് പറയാനുള്ള ഒരു ഭാഗ്യം കിട്ടണമെങ്കിൽ അള്ളാഹു കരുണ ചെയ്തവർക്കല്ലാതെ കഴിയില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിലെ ഓരോ മണിക്കൂറും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിലപ്പെട്ടതാ. നരകമോ സ്വർഗമോ അല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു റഹ്മത്ത് ചോദിച്ചു വാങ്ങാൻ പറഞ്ഞ ആ സമയമാണ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ആ സമയം ഉപയോഗപ്പെടുത്താൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ, അള്ളാഹുവിൻ്റെ കരുണ നേടിയെടുക്കാൻ എന്തെല്ലാം എളുപ്പ വഴികളുണ്ടോ ആ വഴികളാണ് ഞാനും നിങ്ങളും ചെയ്യാൻ തയ്യാറാകേണ്ടത്. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. അന്ന റജുലൻ സഅലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു സ്വഹാബി വന്നിട്ട് നബിതങ്ങളോട് അവിടെ നിന്ന് ചോദിക്കുകയാ. അള്ളാഹിൻ്റെ റസൂലിനോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയെ, ഒരു മുസ്ലിമായ ഒരാൾ ചെയ്യുന്ന ഏറ്റവും നല്ല അമൽ എന്താ? ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അമല്, വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു അമല് എന്താണെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ ലോകത്തിൻ്റെ നേതാവ് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത ഒരു മറുപടി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് ഹജ്ജും ഉംറയും അതുപോലെ തന്നെ സ്വതക്കയും അതുപോലെ തന്നെ നിസ്കാരങ്ങളും ഇതുപോലെയുള്ള അമലുകളാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒരു അമലായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിൽ ഒന്നാമത്തെ കാര്യം മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തത് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാനാണ്. അത്രത്തോളം അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രതിഫലം കിട്ടുന്ന, അള്ളാഹുവിന് അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു സൽക്കർമ്മമാണ് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കതിൻ്റെ മഹത്വം അറിയാഞ്ഞിട്ടാ. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുമ്പോൾ എത്രത്തോളം വലിയ പദവി മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ സ്വർഗം പോലും പടച്ചവനെ എനിക്ക് തരണേ എന്ന് കൊതിക്കുന്ന ഒരാളാണ് മുത്തഇമുൽ ജിയാൻ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക. പരിശുദ്ധമായ റമളാൻ മാസം നമ്മുടെ വീടിൻ്റെ പരിസരത്ത്, നമ്മുടെ കുടുംബത്ത്, നമ്മുടെ കണ്ണെത്തുന്ന സ്ഥലത്ത് ഒരുപാട് പേര് വളരെ പ്രയാസങ്ങളിൽ കഴിയുന്നവരുണ്ട്. നോമ്പ് മുറിക്കുന്ന സമയം കഴിക്കാനൊന്നുമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരെ നമുക്കൊന്ന് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞാൽ, അവർക്ക് എന്തെങ്കിലും ഒരു നല്ല സഹായം ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതിലൂടെ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് നേടാൻ കഴിയുമെന്ന് മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു സൽക്കർമ്മമാ. ആർക്കെങ്കിലും എന്തെങ്കിലും, എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരല്പം ഭക്ഷണം കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ, ഒരാളെ ഒന്ന് നോമ്പ് മുറിപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ അതിലൂടെ അള്ളാഹുവിൻ്റെ കരുണ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഭൂമിയിലുള്ളവരോട് നമ്മൾ കരുണ കാണിക്കുമ്പോൾ അള്ളാഹു നമ്മളോട് ആകാശത്തിലുള്ളവൻ കരുണ കാണിക്കുമെന്ന് മുത്തുനബിയുടെ വചനമുണ്ട്. റഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യുക എന്ന വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.